സദ്യയിലെ നല്ല കുറുകിയ വെണ്ടയ്ക്ക കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ആദ്യം തന്നെ അരപ്പൊന്ന് റെഡിയാക്കി വെക്കാം. 1/2 ടീസ്പൂൺ കടുക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചാണ് ചേർക്കുന്നത്. പൊടിയില്ലെങ്കിൽ ജീരകം ചേർത്താലും മതി. ഇനി 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർക്കാം. ഇവിടെ ഞാൻ കാണിക്കുന്ന അളവ് ഒരു 1/4 കിലോ വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ടാക്കുന്ന അളവിലാണ് കാണിക്കുന്നത്. തൈരോ വെള്ളമോ ഒന്നും ചേർക്കാതെ ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം. കടുക് അരയ്ക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ ആദ്യം കടുക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ അരയ്ക്കുമ്പം കടുക് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് ഒന്നും കൂടി ഒന്ന് അരയ്ക്കാം. നന്നായിട്ട് അരയണം. അരഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും തൈര് ചേർത്ത് അരയ്ക്കണം. ഇതിപ്പം ശരിക്കും അരഞ്ഞിട്ടില്ല, തരിയൊന്നും ഇല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കടുക് പൊട്ടാതെ കിടക്കുക ചെയ്യരുത്. കടുക് പൊട്ടാതെ കിടന്നാൽ കയ്പ്പ് വരും. ഇനിയിപ്പം ഞാനിവിടെ ഒരു 1/4 കിലോ വെണ്ടയ്ക്ക ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക നേരത്തെ അരിഞ്ഞ് കുറച്ച് സമയം ഇതുപോലെ ഒരു പ്ലേറ്റിനകത്ത് തുറന്ന് വെക്കുകയാണെങ്കിൽ അതിനകത്തെ വെള്ളമയം കുറേ ഒന്ന് വലിയേ. അപ്പോൾ നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഇനിയിപ്പോൾ ഇത് ഞാനൊരു പാനിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്ക വഴറ്റാനിടുമ്പോൾ ആദ്യം തന്നെ ഉപ്പും എണ്ണയും ചേർത്ത് കൊടുക്കരുത്. ആദ്യം തന്നെ ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് വെളിയിലേക്ക് കൂടുതലായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ എത്ര ഇട്ട് വഴറ്റിയാലും കുഴഞ്ഞിരിക്കും. ഒന്നും ചേർക്കാതെ ചെറിയ തീയിൽ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. കിച്ചടിക്കായതുകൊണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. മെഴുക്കുവരട്ടിയൊക്കെ വെക്കാനാണ് ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്ക ഇതുപോലെ വഴറ്റിയെടുക്കാനായിട്ട് അധികം എണ്ണയുടെ ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. ഇനിയിപ്പോൾ മെഴുക്കുവരട്ടിയൊക്കെ വെക്കാനാണെങ്കിൽ വഴുവഴുപ്പ് മാറാൻ അല്പം നാരങ്ങാനീരും കൂടെ ഇതിലേക്ക് ചേർത്താൽ മതി. ഇനിയിപ്പോൾ സമയമില്ലാത്തവർ പെട്ടെന്ന് വറുത്തെടുക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ കൂടുതൽ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ ചെറിയ തീയിലിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതൊന്ന് വഴണ്ട് വരുന്ന നേരം കൊണ്ട് നമുക്ക് തൈരും അരപ്പും കൂടെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഈ വെണ്ടയ്ക്ക മുഴുവൻ കിച്ചടി ആക്കുന്നില്ല, ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒരു 2.5 ടേബിൾ സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഉപ്പ് ഏറ്റവും ലാസ്റ്റേ ചേർക്കാവുള്ളൂ, ഇല്ല തൈര് വെള്ളം വിട്ട പോലെ ആവുമേ. ഈ അരപ്പിനകത്ത് കടുക് ഇട്ടിട്ടുണ്ടെന്നേ അറിയില്ല. ടേസ്റ്റ് കൊണ്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കടുക് അരച്ചിട്ടുണ്ടെന്ന്. ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പലരും പറയാറുണ്ട് കടുക് അരച്ചിട്ട് കടുക് അരഞ്ഞിട്ടില്ല എന്ന്. കടുക് അരയാതെ കിടക്കുന്നത് നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് അടിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ കടുക് നല്ലപോലെ അരഞ്ഞ് കിട്ടും. ഇപ്പം എന്ത് ചെയ്യും, നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. കണ്ടില്ല, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇത്രയും ഞാൻ വഴറ്റുള്ളൂ, കറുപ്പിക്കുന്ന രീതിയിൽ വഴറ്റിയെടുക്കില്ല. വെണ്ടയ്ക്കയുടെ ടേസ്റ്റ് മുഴുവൻ നഷ്ടപ്പെടും നമ്മളങ്ങനെ കറുപ്പിച്ച് വഴറ്റിയെടുത്താൽ. ഇനി ഇത് തൈര് ചേർത്ത് വെച്ച് ആ കൂട്ടിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇത് വഴറ്റിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റും. അരപ്പാണെങ്കിലും ഇതുപോലെ റെഡിയാക്കി വെച്ചാൽ ഇടയ്ക്ക് എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ ഓണത്തിനൊക്കെ നമ്മൾ 2 ദിവസം മുന്നേ ഇതുപോലെ റെഡിയാക്കി വെച്ചാൽ എളുപ്പം ഉണ്ടാവും ആ സമയത്ത് എടുത്തുണ്ടാക്കാൻ. ഉണ്ടാക്കുന്ന സമയത്ത് വെണ്ടയ്ക്ക ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാത്രം എടുത്താൽ മതി. ഇതിൽ നിന്നിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുവരെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ലാസ്റ്റ് ആകുമ്പോൾ ഉപ്പ് ചേർക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല കുറുകിയ കിച്ചടി കിട്ടും. ഇലയിലേക്ക് കിച്ചടി വിളമ്പുമ്പോൾ അത് ഒഴുകി പോകാതെ അവിടെ തന്നെ കിടക്കണമെങ്കിൽ ഇതുപോലെ കുറുകിയ കിച്ചടി ഉണ്ടാക്കണം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചും കൂടി ഇട്ടാൽ പണി കഴിഞ്ഞു. കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും വെളിച്ചെണ്ണയ്ക്കകത്ത് താളിച്ച് ചേർക്കാം. ഇനിയിപ്പോൾ ഉപ്പ് ചേർക്കാൻ മറക്കണ്ട. ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സ്പെഷ്യൽ വെണ്ടയ്ക്ക കിച്ചടി റെഡിയായി. ഇതുണ്ടാക്കാൻ ഒരുപാട് പേർക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. കൂടെ ഒരു ഹൈപ്പും കൂടെ തരണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക്